പാലക്കാട് മണ്ഡലത്തിൽ ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകേണ്ടെന്ന് DCC നേതൃത്വം. ഷാഫി പറമ്പിൽ വിജയമുറപ്പിച്ചെന്ന വിലയിരുത്തലിന് പിന്നാലെ പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേർന്ന യോഗത്തിൽ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഇതെന്താണ് സംഭവം? ഇങ്ങനെ പ്രചാരണം തുടങ്ങിയത് ഏത് രീതിയിലാണ് അദ്ദേഹം പ്രചാരണം തുടങ്ങിയത്? ഏതായാലും പാർട്ടിക്ക് അത് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സ്മിത, കൃഷ്ണ, ഗുഡ് മോർണിംഗ് അഗെയിൻ. പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി വടകരയിൽ മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി രൂപപ്പെട്ടിട്ടുണ്ട്. കടുത്ത മത്സരമാണ് നടന്നതെങ്കിലും അന്തിമ ലാപ്പിൽ ഷാഫി നേട്ടം കൊയ്തെന്നും അതുകൊണ്ട് തന്നെ ഇനി വടകരയിൽ MP ആയിരിക്കും ഷാഫി പറമ്പിൽ എന്നുമുള്ള തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അവർക്ക് ലഭിച്ചിട്ടുള്ള ബൂത്തുകളിലെ കണക്കുകളൊക്കെ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. ഇതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് തന്നെ ഒരു മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ടല്ല, ഏറ്റവും മുതിർന്ന പദവിയിലിരിക്കുന്ന വ്യക്തി പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അദ്ദേഹം പ്രചരണം നടത്തി എന്നുള്ള തരത്തിൽ നേതൃത്വത്തിന് മുന്നിൽ ഒരു വിവരം എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ, അതായത് പല വ്യക്തികളെയും തന്നെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ പിന്തുണയ്ക്കണം എന്നുള്ള തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇത് ചർച്ചയാകുന്നത്. DCC പ്രസിഡന്റ് തങ്കപ്പനും VK ശ്രീകണ്ഠനും രമ്യ ഹരിദാസും ഒക്കെ പങ്കെടുത്ത യോഗമായിരുന്നു ഇത്. ഈ യോഗത്തിലാണ് ഈ വിഷയം ചർച്ചയായത്. അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി, അതായത് ഈ ജില്ലയിൽ നിന്നല്ല മറ്റൊരു ജില്ലയിൽ നിന്നുള്ള ഒരാൾ ഇവിടെ എത്തി പ്രചരണം നടത്തുക എന്ന് പറയുമ്പോൾ DCC സംബന്ധിച്ചിടത്തോളം അവർ പോലും അറിയാത്ത ഒരു കാര്യമാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള നീരസം DCCക്ക് ഉണ്ട്. അത് KPCC അറിയിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട്. ഇന്നലത്തെ യോഗത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്തായാലും വടകരയിൽ ഷാഫി വിജയം ഉറപ്പിക്കുമ്പോൾ പാലക്കാട് ഇത്തവണ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ UDFന് നിർത്തേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. എന്നിരിക്കെ പോലും, കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ ശ്രീധരനുമായി ഷാഫി വളരെ ശക്തമായ പോരാട്ടം നടത്തുകയും കുറഞ്ഞ വോട്ടുകൾക്കാണ് വിജയം കൊയ്തത്. എന്നിരിക്കെ പോലും ഇത്തവണ കൃഷ്ണകുമാർ തന്നെ BJP സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തുകയാണെങ്കിൽ ഇവിടുത്തെ മത്സരം കടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. UDF ഒരു ശക്തനായ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ BJP ഇവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നേതൃത്വം ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വളരെ നേരത്തെ ഒരു പക്വതയില്ലാത്തൊരു നിലപാടായിപ്പോയി ഇത് എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സ്മിത, കൃഷ്ണ. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.